ഏറെ ഇഷ്ടപ്പെട്ടത് ത്യജിച്ചും സ്രഷ്ടാവിൽ സമർപ്പിച്ചും മോക്ഷം പ്രാപിക്കാനുള്ള പ്രതിജ്ഞ പുതുക്കുന്ന മാനവൈക്യത്തിന്റെ ആഘോഷമാണ് ബലിപെരുന്നാളെന്ന് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അഹന്തയെ ദൂരെയിറങ്ങി അപരന്റെ സങ്കടങ്ങളെ നെഞ്ചേറ്റി സാന്ത്വനം പകരാനും അവരെ ചേർത്തു പിടിക്കാനും നമുക്ക് കഴിയണം. ത്യാഗത്തിലൂടെയും സമർപ്പണത്തിലൂടെയും പരമമായ വിജയതീരത്തേക്ക് അടുക്കാനുള്ള വിശുദ്ധ ദിനങ്ങൾ സ്നേഹ കൈമാറ്റത്തിലൂടെയും അപരസാന്ത്വനത്തിലൂടെയും ധന്യമാക്കണം. ബലിയാണ് ഈദുൽ അസ്ഹയുടെ പൊലിവ്. എന്ത് ബലിയറുക്കുന്നുവെന്നതിനേക്കാൾ നാഥന്റെ പ്രീതിക്കായി എന്തും ത്യജിക്കാനും സമർപ്പിക്കാനുമുള്ള അചഞ്ചലമായ ഉൾക്കരുത്തും സന്നദ്ധതയുമാണ് പൊരുളെന്നും അദ്ദേഹം പറഞ്ഞു. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഈദുൽ അദ്ഹ സമാഗതമായിരിക്കുകയാണ്. ത്യാഗത്തിൻ്റെ പെരുന്നാൾ എന്ന് ഏറ്റവുമേറെ അറിയപ്പെടുന്ന ഒരു പെരുന്നാൾ കൂടിയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ത്യാഗോജ്വലമായ ജീവിതത്തിൻ്റെ ഓർമ്മകളാണ് നമുക്ക് ബലി പെരുന്നാളിൽ നമ്മുടെ എല്ലാം മനസ്സിൽ കടന്നു വരുന്നത്. തൻ്റെ ഓമനപുത്രൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ ബലിയൊരുക്കണം എന്നുള്ള ആ ഒരു ദൈവിക കൽപ്പന. എന്നാൽ അതിനു മുമ്പിൽ പകച്ചു നിൽക്കാതെ അദ്ദേഹം അതിന് തയ്യാറാവുകയാണ്. മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും പിതാവിനെ അതിനുവേണ്ടി ധൈര്യപ്പെടുത്തി എന്നുള്ളതും പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. ബലിപെരുന്നാളിൻ്റെ ആ തലേ ദിവസം ദുൽഹജ്ജ് 9 ആ വലിയ സാന്നിധ്യം ലോക സമൂഹത്തിൻ്റെ സാന്നിധ്യമാണ്. മുസ്ലിം സാഹോദര്യത്തിന് മാത്രം സാന്നിധ്യമല്ല. ഒരേ വസ്ത്രം, ഒരേ മന്ത്രം, ഒരേ ദുആ അത് നിർവഹിക്കപ്പെട്ടുകൊണ്ട് അവിടെ ഒരുമിച്ച് ചേരുന്ന ലക്ഷോപലക്ഷം ആളുകൾ ലോക മുസ്ലിം സാഹോദര്യത്തിൻ്റെയും ലോകത്തെ മനുഷ്യസ്നേഹത്തിൻ്റെയും പ്രതീകങ്ങളായിട്ടാണ് അവയെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നത്. പലസ്തീനിലെ സമൂഹത്തിന് പെരുന്നാൾ ആഘോഷിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. നമ്മൾ പെരുന്നാളിൽ ആഘോഷിക്കുന്നു, സുഭിക്ഷമായി നമ്മൾ കൊണ്ടാടുന്നു. പക്ഷേ അവരെ എതിരേൽക്കുന്നത് വെടിയുണ്ടകളാണ്, അവരെ എതിരേൽക്കുന്നത് മൈനുകളാണ്. പക്ഷേ നമുക്ക് അവർക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി കൂടിയുള്ള ഒരു സന്ദർഭമായി ഇതിനെ മാറ്റേണ്ടതുണ്ട്. ഈ ആഘോഷവേളയിലും പെരുന്നാളിൻ്റെ വേളയിലും നമ്മൾ ദ്വാരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഫലസ്തീൻ സമൂഹത്തിന് സമാധാനം എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു പ്രാർത്ഥനകളുടെ വേളയെ കൂടി ഇതിനെ കാണുക. എല്ലാവർക്കും ഹൃദ്യമായ പെരുന്നാൾ ആശംസകൾ നേരുന്നു. വിശുദ്ധ ഹറമിലെ ലക്ഷക്കണക്കിന് കണ്ടങ്ങളിൽ നിന്നുയരുന്ന ലബ്ബൈക്കും പ്രാർത്ഥനയും ഒരു പിതാവിൽ നിന്നും മാതാവിൽ നിന്നും ഉത്ഭവിക്കുന്ന മാനവകുലത്തിന്റെ തിരിച്ചറിവും പ്രത്യാശയുമാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ. നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ്. ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ. പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം. ചാസിയ സിൽക്സ്, വളാഞ്ചേരി.